എന്തായി കുട്ടിയെ കാണിക്കണേ? എനിക്ക് ഇതിപ്പോ കഷായം കഴിച്ചതുകൊണ്ടോ ധാര കോരിയത് കൊണ്ടോ മാറണൊരു ദണ്ണല്ല. പഴക്കം ചെല്ലതിന് തക്കവണ്ണം സൂക്കേടിന് ശക്തി കൂടും. ഇപ്പൊ ശാന്തായിട്ട് നിൽക്കണം നോക്കിയിട്ട് കാര്യമില്ല. സ്നേഹം കൊടുക്കണം, ഇയാൾക്ക് കാരുണ്യം കൊടുക്കണം. ഒരു കള്ളനെ പോലെ എപ്പോഴും പുറകെ പതുങ്ങി നടന്ന് എപ്പോഴായി മനസ്സ് പാളിപ്പോകാൻ തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിച്ച് ആത്മബലം കൊണ്ട് നിയന്ത്രിക്കണം ഇയാളെ. കുട്ടിക്ക് കഴിയോ അതിന്? കഴിയും. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ ഏട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ. 1001 ജപിച്ച നെയ്യ 21 ദിവസം വെറും വയറ്റിൽ ഇതങ്ങോട്ട് കഴിക്കുക. എന്നിട്ടാവാം മറ്റു പ്രതിവിധികള്. ഇതാ അന്ന് ഈ കുട്ടിയായിട്ടുള്ള കല്യാണല്ലേ മുടങ്ങിപ്പോയത്? അതെ. പാടില്ല ശാരടി, ഈ വിവാഹം നടക്കണം. പ്രകൃതിക്ക് പുരുഷൻ, പുരുഷന് പ്രകൃതി. അതാ പൊരുത്തം, അതാ നിയമം. എന്തിന് മടിക്കണം എന്റെ വേദാന്ത പൊരുളെ? ഈശ്വരന്മാരോടൊപ്പം ഈ നമ്പീശനുണ്ട് കൂടെ. സൂക്കളൊക്കെ പുഷ്പം പോലെ മാറ്റിത്തരുന്നുണ്ട് ഞാൻ. ധൈര്യമായിട്ടിരിക്കൂ. അമ്മേ, അമ്മേ, ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്ക. ലക്ഷ്മി, താലത്തിലൊരു പുടവ ഇങ്ങോട്ട് എടുക്ക. കുരവ ഇടാൻ അറിയോ ഗോവിന്ദമാമയ്ക്ക്? വീണ്ടും വയ്യാണ്ടായോ ഭരതം നിനക്ക്? ഞാൻ ഭ്രാന്ത് പറയല്ല, എന്റെ കല്യാണം നടക്കാൻ പോവാ. ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഇപ്പൊ ഇറങ്ങി വരിക. കീഴ്പള്ളി നാരായണ നമ്പീശൻ വാക്ക് തന്നു, സൂക്കേടൊക്കെ ഭേദമാക്കി തരാന്ന്. മീരെ താലി കെട്ടിക്കൊള്ളാൻ അനുവാദം തന്നു. പറഞ്ഞ വഴിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടി. അനുഗ്രഹിക്കണം അമ്മയും ഗോവിന്ദമാമയും ഞങ്ങളെ. തൊട്ടുപോരുത് എന്റെ കുട്ടിയെ, കൊല്ലും ഞാൻ ഇയാളെ. എവിടെ എവിടെ എന്റെ പെട്ടി വെട്ടിപ്പൊളിച്ച മഴ ഗോവിന്ദമാമേ, കൊല്ലും ഞാൻ ഇയാളെ. അമ്മേ, ഗോവിന്ദമാമേ, തുറക്ക, കഥ തുറക്ക, കഥ തുറക്ക. അമ്മേ, കഥക തുറക്ക. ഏട്ടന് ഇടപെടണ്ട. കൊണ്ടുപോകരുത് അവളെ. കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് ഭരതൻ താലി കെട്ടിയ പെണ്ണാവള്. ഭ്രാന്തനാവൻ, ഭ്രാന്തൻ. ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിൽ കൊണ്ടേ താലി കെട്ടും, നാളെ ഭദ്രകാളിന്റെ അമ്പലത്തിൽ കൊണ്ടേ കരുത്തിറക്കും. അതിനൊക്കെ ഞാൻ കൂട്ടിക്കണോ? പാടി ഇവിടെ. മീര, കൊണ്ടുപോകരുത് അവളെ. മീര, കൊണ്ടുപോടാ അവിടുന്ന്. കാലത്ത് തെക്കേ മുറ്റത്ത് വെച്ചോട്. ബലിക്കാക്ക വന്ന് കുത്തിക്കൊള്ളും. ഏട്ടന് പെണ്ണം വയ്ക്കാൻ വന്നിരിക്കുന്നു. അങ്ങനൊന്നും പറയില്ല എന്റെ ഏട്ടൻ. എന്തിനായിരുന്നു പ്രഭാകര കെട്ടി എഴുന്നള്ളിച്ച് എന്നെ കൊണ്ടുവന്ന്? ദൂരെ ദിക്കിൽ എവിടെയെങ്കിലും കിടന്നങ്ങോട്ട് ഒടുങ്ങി പോയില്ലായിരുന്നോ ഞാൻ? പ്രശ്നം ഉണ്ടാക്കും ഏട്ടൻ. പ്രശ്നം ഉണ്ടാക്കിയ ആരോട്? എന്തിന്? തുറന്നുവിടാൻ പോവാ ഞാൻ ഏട്ടനെ. വേണ്ട. ഈ പത്തായപ്പുരയെ കിടന്ന് പുഴുത്ത് പെടഞ്ഞ് നരകിച്ച് മരിച്ചോളാം ഞാൻ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ. എവിടെ ഭരതേട്ടൻ? എന്താണോ കാര്യം? അതെ, അവിടെ പറഞ്ഞോളാം. ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണോ? എല്ലാ കാര്യങ്ങളും തനിക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടോ? വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ദുഷ്യൻ. പ്രശ്നം ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? കഴുത്തെന്ത് തല എങ്ങോട്ട് വേണ്ടി വന്ന് അതും ചെയ്യും. വിശ്വനാഥ,
ഭ്രാന്തുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം അതുള്ളത് എനിക്കാണല്ലോ. എന്തിനാ കുട്ടിയെ, എന്തിനാ വെപ്രാളം കാണിക്കണേ? ആരോടെ, എന്തിനാ നിന്റെ ഈ ശോഭം? അത് ശരി, അരി നിന്ന് ആചാരിച്ചും കടിച്ചിട്ട് പിന്നെ എന്നെ ഉപദേശിക്കാൻ വരരുത്. നാളെ ഞാൻ വന്ന് കൊണ്ടുപോവാ മീരെ എന്റെ പെണ്ണായിട്ട്. എതിര് നിൽക്കാൻ ഇടങ്ങറുണ്ടാക്കാൻ വരരുത് ആരും. വിശ്വനാഥ, വരട്ടണ്ട. നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞൊരു എച്ചില ഞാൻ ഉണ്ടാൻ പോണെന്ന് എനിക്കറിയാം. ഇനി അതിന്റെ ഒരു അസ്ഥി കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടാൻ വന്നാല് വിവരമൊക്കെ മനസ്സിലാവും. വിശ്വാനാ പറയുന്നത്. ചതിച്ചല്ലോ. അവര് വന്നു മീനെ കൊണ്ടുപോവാൻ. ഏട്ടനെവിടെ? എവിടെ ഭരതൻ? എന്തിനാ നിന്റെ പുറപ്പാട്? ഒട്ടം കളിക്കണ്ട. എന്താ പറയാ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊന്ന് പുറത്തു പോകണം. എനിക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല ഈ പടിക്ക് പുറത്തു പോകും എന്റെ ഏട്ടനെ. എനിക്കൊരിടം വരെ വളരെ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ബാലരാമന്റെ വീട്ടിലേക്കല്ലേ? ഇല്ല, നീ പോവില്ല. അത്ര നിർബന്ധാച്ചാ നീ പൊയ്ക്കോ. പക്ഷെ ഈ അമ്മയുടെ ശവം കണ്ടേ നീ പോകാവൂ. എന്ത് മണ്ടത്തിലെ അമ്മ പറയണേ? ഞാൻ തിരിച്ചേരിക്കല്ല പോണത്. പിന്നെ ഓർമ്മയില്ലേ ഗോവിന്ദമ്മയ്ക്ക്? വെളിനേഴി ഗോവിന്ദനാശാനെ, എന്നെ മെഴുക്കിട്ടൊഴിഞ്ഞ കഥകളി പഠിപ്പിച്ച എന്റെ ഗുരു ഗോവിന്ദനാശാനെ. ആശാന്റെ 12ാം ചരമവാർഷിക എന്ന്. പോയിട്ട് അസ്ഥിത്തറയിൽ ഒരു വിളക്ക് വെക്കണം. കഥകളിയിൽ മാത്രമല്ല ജീവിതത്തിൽ ഞാൻ പഴിച്ചുപോയെന്ന് ആ കാരണവരോട് എനിക്ക് കുറ്റമേറ്റ് പറയണം. ഏട്ടാ, മാറ് പ്രഭാകര, മാറ് പ്രഭാകര. ഇങ്ങനെ നടക്കണം, നടത്തണമെന്നാവും ഈശ്വര നിശ്ചയം. പണവും പദവിയും തറവാടിത്തും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ. ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ? തൊഴിലില്ലാച്ചാ പട്ടിണിയാവില്ലേ വിശ്വനാഥ ഈശ്വരന്മാര്? അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ, അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജ് ചെയ്യാം. വഴങ്ങിക്കൊടുക്കുക. എന്താ?